എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ട് മാത്രമായിട്ടല്ല, നമുക്ക് ഇത് സ്നാക്കായിട്ട് കഴിക്കാം, ഡിന്നറായിട്ട് കഴിക്കാം. കുട്ടികൾക്ക് സ്കൂളിൽ ടിഫിൻ ബോക്സിൽ ഇത് കൊടുത്തു വിടാം. ഇത് ഒരെണ്ണം കഴിച്ചാൽ മതി കേട്ടോ. നല്ലതായിട്ട് വയറ് നിറയാനും ഇത് മതി. അകത്ത് നല്ല വെജിറ്റബിൾസും മുട്ടയെല്ലാം വെച്ച് നല്ലതായിട്ട് ഫില്ല് ചെയ്തുണ്ടാക്കുന്ന അടിപൊളി ഒരു ഐറ്റമാണ്. ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്, അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നോക്കിയാലോ. ഇവിടെ ഞാൻ ഒരു പാത്രത്തിലോട്ട് 250 ml കപ്പിൽ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മൈദയ്ക്ക് പകരം ആട്ടപ്പൊടി എടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പം വീഡിയോയിൽ കാണാൻ ഭംഗിക്ക് വേണ്ടിയാണ് ഞാൻ മൈദ എടുത്തത്. ഇതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഇതിലോട്ട് ഒഴിച്ച് കൊടുത്ത് നമുക്കിതിനൊന്ന് കലക്കിയെടുക്കണം. ഇതിന് ദോശമാവിൻ്റെ ആ ഒരു പരുവത്തി വേണം കലക്കിയെടുക്കാനായിട്ട്. വെള്ളം ഒന്നിച്ചൊഴിച്ച് കൊടുക്കൽ, കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് മാത്രം ഇതിനെ കലക്കിയെടുക്കുക. ഞാൻ ഇതിവിടെ കലക്കിയെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഈ ഒരു പരുവത്തി വേണം ഇത് കിട്ടാനായിട്ട്. അത് നമുക്കങ്ങ് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ്, ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ ക്യാരറ്റ് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. വലിയ ക്യാരറ്റ് ആണെങ്കിൽ അരമുറി ക്യാരറ്റ് എടുത്താൽ മതിയേ. ചെറിയൊരു തക്കാളിയും ഒരു ക്യാപ്സിക്കത്തിൻ്റെ 1/4 ഭാഗം ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് മല്ലിയില ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ബൗളിലോട്ട് 3 മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസിന് അനുസരിച്ച് 3 മുട്ട മതിയായിരുന്നേ. എൻ്റെ ഇരിക്കുന്ന വലിയ മുട്ടയായിരുന്നു, അതുകൊണ്ടാണ് 3 മുട്ട എടുത്തത്. നിങ്ങളുടെ ഇരിക്കുന്ന ചെറിയ മുട്ടയാണെന്നുണ്ടെങ്കിൽ 4 മുട്ട എന്തെങ്കിലും ഇട്ട് കൊടുക്കണേ. ഇട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിലോട്ട് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിടുന്ന ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിടാവുന്നതാണ്. അതുപോലെ ചില്ലി ഫ്ലേക്സ് ഇഷ്ടമാണെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് നല്ലതായിട്ട് നമുക്ക് അടിച്ചെടുക്കണം. മുട്ട നല്ലതായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? മുട്ടയുടെ അളവ് കൂടുതലായിരിക്കണം, കണ്ടോ? വെജിറ്റബിൾസ് ഒത്തിരി കൂടുതലായിട്ട്, മുട്ട കുറവായിട്ട് ഇരിക്കരുതേ. മുട്ടയിലൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒരു പാൻ സ്റ്റൗവിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ശകല എണ്ണ നമുക്കിതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മാവുണ്ടല്ലോ, അത് ഇതിലോട്ടങ്ങ് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഈ ഗോതമ്പ് ദോശയൊക്കെ ചുട്ടെടുക്കുമ്പോൾ പരത്തിയെടുക്കത്തില്ലേ, അല്ലെങ്കിൽ ദോശ പരത്തിയെടുക്കുന്നത് എങ്ങനെ, അതേ രീതിയിൽ നമുക്കിതിനെ പരത്തിയെടുക്കുമ്പോൾ ഒത്തിരി അങ്ങ് തിക്കായി പോകരുത്, അതുപോലെ ഒത്തിരി നൈസായി പോകരുത്. മുകളിലത്തെ മാവൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് തവി വെച്ച് നല്ലതായിട്ട് ഇതിനെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഇതിനെ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് എൻ്റെ അടിഭാഗമൊക്കെ നല്ലതായിട്ട് വെന്ത് നല്ല മുരിഞ്ഞ് വരും കേട്ടോ. എന്നിട്ട് ചെറുതായിട്ട് ഇതുപോലെ കുമിളുകളൊക്കെ വന്ന് പൊങ്ങി വരാൻ തുടങ്ങും. അതിനെ പിന്നെയും തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ശകല എണ്ണ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തവി വെച്ച് നല്ലതായിട്ട് ഇതിനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം നല്ലതായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഇങ്ങനെ വരും. ഇങ്ങനെ ഇത് വീർത്ത് വരാനും തുടങ്ങും കേട്ടോ. ഇത്രയും മതി. നമുക്കിതിനെ അങ്ങ് മാറ്റാം. ദോശയൊക്കെ ചുട്ടെടുത്ത സമയത്ത് തീ ആ മീഡിയത്തിലും ഹൈക്ക് ഇടയ്ക്കിട്ടാണ് ചെയ്തെടുത്തത് കേട്ടോ. തീ ഒത്തിരി അന്നേരം കുറച്ച് വെക്കേണ്ട ആവശ്യമില്ലേ. ഇപ്പോൾ തീ ഫുള്ളും കുറച്ച് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തോട്ടും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇട്ട മുട്ടയുടെ കൂട്ടുണ്ടല്ലോ, അത് കുറേശ്ശെ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. ഇട്ട് ദോശയുടെ വലിപ്പത്തിൽ ഇതിനെ പരത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്തെടുത്ത ചപ്പാത്തി ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് തവി വെച്ച് നല്ലതായിട്ട് ഇതിനെ പ്രസ് ചെയ്ത് കൊടുക്കണം. കാരണം ഇതിലോട്ട് മുട്ടയുടെ കൂട്ടിലോട്ട് ഇത് ഒട്ടിയിരിക്കാനാണ്, ഇളകി പോവാതിരിക്കാനായിട്ട്. ഈ സമയം ഞാൻ തീ മീഡിയത്തിലിട്ട് കൊടുത്തിരുന്നേ. മുട്ട വെന്ത് കഴിയുമ്പോൾ തവിയിൽ നിന്ന് ഇതിങ്ങനെ ഓടി നടക്കും, കണ്ടില്ലേ? ഈ ഒരു പരുവത്തിൽ. ഈ സമയമാകുമ്പം നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിലോട്ട് ഞാൻ കുറച്ച് മൊസറല്ല ചീസ് ഇതിൻ്റെ ഒരു സൈഡിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ മൊസറല്ല ചീസ് ഇല്ല എന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ ചീസൊക്കെ വെച്ചുണ്ടാക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. എന്നിട്ട് ഒരു സൈഡിലോട്ട് ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കുക. ഇട്ട് നല്ലതായിട്ട് ഇതിനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഈ ചൂടിലിരുന്ന് മസാല ചീസ് നല്ലതായിട്ട് അങ്ങ് ഉരുകി വരും. എന്നിട്ട് നിങ്ങൾക്ക് എത്രമാത്രം ക്രിസ്പി വേണോ അത് തിരിച്ച് ഇട്ട് കൊടുത്ത് നിങ്ങൾക്ക് ഇതിനെ ക്രിസ്പി ആക്കി എടുക്കാവുന്നതാണ്. കണ്ടില്ലേ എന്ത് പെർഫെക്റ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്ക് ഇത് ഒരെണ്ണം കൊടുത്താൽ മതി, അവർക്ക് വയറ് നന്നായിട്ട് നിറയും. കാരണം അത്രയ്ക്ക് നല്ല ഫില്ലിങ് വെച്ചിട്ടാണല്ലോ നമ്മളിത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനും നല്ലൊരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പം നിങ്ങളിത് തയ്യാറാക്കി നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നിങ്ങൾ ഗോതമ്പ് പൊടി വെച്ച് ഇത് തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഇത് ഹെൽത്തി ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയിലോട്ടോ ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കിനൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.